പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. വളരെ പ്രയോജനകരമായ ആ ഒരു വാക്കില്ലാതെ നമുക്ക് സംസാരിക്കാനേ പറ്റില്ല. അത് പലതരത്തിലുള്ള പ്രയോഗമുണ്ട്. ആ വാക്കിൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ വാക്ക് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നത്. നമുക്കാണ് സേ കാണാൻ പറ്റുന്നുണ്ടോ? സേ സേ എന്ന് പറഞ്ഞാൽ ഇതിന് കുറേ പ്രയോഗങ്ങളുള്ളതിൽ ഒന്ന് നമുക്ക് ഫ്രം എന്ന് പറഞ്ഞാൽ ഐ എം ഫ്രം എറണാകുളം, മേ എറണാകുളം സേ ഹും. അപ്പോൾ ഈ ഫ്രം എന്നുള്ളതിന് അവിടെ സേ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആൽ ആൽ ഈ സേ എന്ന വാക്കിന് ആൽ എന്നുള്ള അർത്ഥമാണ് വരിക. എങ്ങനെ നമുക്ക് നോക്കാം. അവനാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഉസുസേ എന്ന് വരും, അവനാൽ. അതുപോലെ ഓട് ഓടെന്ന് പറയുന്നത് നമ്മൾ പുറമേന്ന് ഓടല്ല, നിലത്ത് നിറയ്ക്കുന്ന ഓടല്ല, പിന്നെന്താണ് ഓട്ട് പാത്രമല്ല, ഓടുമ്പോൾ കിട്ടുന്ന മെഡലല്ല. ഓട് എന്ന് പറഞ്ഞാൽ അതിനോട്, അവളോട്, ഇവനോട് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഓട് എന്ന് മുറിഭാഗം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന കേട്ടോ. പിന്നെ മുതൽ, അത് മുതൽ, ഇത് മുതൽ എന്ന് പറയാൻ മുതൽ എന്ന വാക്കും സേയിലാണ് വരുന്നത്. അതേപോലെ കൊണ്ട്, അവനെ കൊണ്ട്, അതുകൊണ്ട്, ഇവളെ കൊണ്ട്, ഇതിനെ കൊണ്ട്, ഇതുകൊണ്ട് എന്നൊക്കെ പറയാൻ നമുക്ക് ഈ സേയാണ് ഉപയോഗിക്കുക. മറ്റൊന്നാണ് കൂടി. സേ തന്നെയാണ് എന്താണ് അതിൽ കൂടി, ഇതിൽ കൂടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, കൂടി, അതുകൂടി, അത് സേയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊന്നാണ് ലൂടെ. അതിലൂടെ, ഇതിലൂടെ എന്നൊക്കെ നമ്മൾ പറയും. ഇൽ നിന്ന്, അതിൽ നിന്ന്, ഇതിൽ നിന്ന്, അതിൽ നിന്ന്, ഇതിൽ നിന്ന് എന്നൊക്കെ നമുക്ക് പറയാൻ സേ കൂടിയേ കഴിയും. അപ്പോൾ ഈ സേക്ക് പിന്നെ കുറിച്ച് വളരെ ലളിതമായിട്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം. 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് പഠിക്കാം. സേ എന്ന് പറഞ്ഞാൽ ഫ്രം അല്ലെങ്കിൽ ആൽ, അതിനാൽ, ഓട്, അവളോട്, ഇവളോട്, മുതൽ, അത് മുതൽ, ഇത് മുതൽ, കൊണ്ട്, അവളെ കൊണ്ട്, ഇവളെ കൊണ്ട്, അതുകൊണ്ട്, ഇതുകൊണ്ട്, അതിലൂടെ, ഇതിലൂടെ, അതും കൂടി, ഇതും കൂടി, ഇൽ നിന്ന്, അതിൽ നിന്ന്, ഇതിൽ നിന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം ഇൽ നിന്ന് എന്ന് പഠിക്കാം. ഇൽ നിന്ന് എന്ന വാക്കിനെ കുറിച്ച് മിത്ര സേ സഹായത മാങ്കി. മിത്ര സേ സഹായത മാങ്കി എന്ന് പറഞ്ഞാൽ, മിത്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂട്ടുകാരനാണ് അല്ലേ, കൂട്ടുകാരനല്ലെങ്കിൽ കൂട്ടുകാരി. മിത്ര സേ സുഹൃത്തിൽ നിന്ന് സഹായത മാങ്കി. സഹായത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലയാളത്തിൽ പറയുമ്പോൾ തന്നെ. മാങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടു, ചോദിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സുഹൃത്തിൽ നിന്ന് സഹായം ചോദിക്കുന്നു, ചോദിച്ചു അല്ലെങ്കിൽ ചോദിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നോക്കൂ, ഇൽ നിന്ന്, സുഹൃത്തിൽ നിന്ന്, മിത്രസേ. മിത്രസേ സുഹൃത്തിൽ നിന്ന്. എന്താണ് മിത്രസേ? സുഹൃത്തിൽ നിന്ന്. ഉസസേ അവളിൽ നിന്ന് അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിൽ നിന്ന്. ഇസസേ ഇതിൽ നിന്ന് എന്നൊക്കെ പറയാൻ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. ബാജാർ സേ ഫൽ ഖരീദ് കർ ലായ. ബാജാർ സേ ഫൽ ഖരീദ് കർ ലായ. ഇവിടെ ബാജാർ സേ എന്ന് പറയുമ്പോൾ ചന്തയിൽ നിന്നാണ്. ബാജാർ എന്ന് പറഞ്ഞാൽ ചന്ത, ബാജാർ സേ എന്ന് പറഞ്ഞാൽ ചന്തയിൽ നിന്ന്. ആ ഇൽ നിന്ന് എന്നാണ് ഇവിടെ നമ്മൾ ഈ സേ കൊണ്ട് ഉപയോഗിക്കുന്നത്. ബാജാർ സേ, ബാജാറിൽ നിന്ന്. അപ്പോൾ ഇൽ നിന്ന് എന്നുള്ള പ്രയോഗമാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇൽ നിന്ന്, ഇൽ നിന്ന്, ഇൽ നിന്ന്. ബാജാർ സേ ബാജാറിൽ നിന്ന്, ബാജാർ സേ ബാജാറിൽ നിന്ന്, ചന്തയിൽ നിന്ന്. ബാജാർ സേ ചന്തയിൽ നിന്ന്. അസ്പതാൽ സേ ആശുപത്രിയിൽ നിന്ന്. സ്കൂൾ സേ സ്കൂളിൽ നിന്ന്. ചർച്ച് സേ പള്ളിയിൽ നിന്ന്. മോസ്ക് സേ മോസ്കിൽ നിന്ന്. മന്ദിർ സേ അമ്പലത്തിൽ നിന്ന്. ഇങ്ങനെ ഇൽ നിന്ന് എന്ന് പറയാനാണ് നമ്മൾ ഈ സേ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപയോഗം. ഓട്, അവളോട്, ഇവളോട് അങ്ങനെ നമുക്ക് പറയാം. ഓട്. ഛാത്രോ സേ പ്രശ്ന പൂച്ച. വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഛാത്രോ സേ പ്രശ്ന പൂച്ച. ഛാത്രോ സേ പ്രശ്ന. ഛാത്രോ എന്ന് പറഞ്ഞാൽ ആരാ? വിദ്യാർത്ഥികളാണ്. ഛാത്ര എന്ന് പറഞ്ഞാൽ ഒരാൾ, ഛാത്രോം എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്, അപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് വരും. ഛാത്രോം സേ പ്രശ്ന പൂച്ച. വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടിയത്? ഓട് എന്നർത്ഥം. വിദ്യാർത്ഥികളോട്. ഛാത്രോം സേ. ദോസ്ത് സേ കൂട്ടുകാരോട്.
പിതാജി സേ അച്ഛനോട്, മാതാസേ അമ്മയോട്, ഉസ്സേ അവനോട്, ഉസ്സേ അവളോട്. അങ്ങനെ ഓട്, അവളോട്, ലോഡ്. ഓടെന്ന് പറയുമ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ അല്ല, ലോഡ് എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് കിട്ടും. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. പിന്നെന്താണ് മുതൽ? ഇതുണ്ട് മുതൽ. വഹ് സുബഹ് സേ കാം കർ രഹാ ഹേ. വഹ് സുബഹ് സേ കാം കർ രഹാ ഹേ. അവൻ രാവിലെ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. കാം കർ രഹാ ഹേ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ചെയ്യുന്നു, നിർത്തിയിട്ടില്ല. അപ്പോൾ കർ രഹാഹ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കാനാണ് രഹാഹ എന്ന് പറയുന്നത്. വഹ് സുബഹ് സേ കാം കർ രഹാഹേ. അവൻ രാവിലെ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് മുതൽ? രാവിലെ മുതൽ. സുബഹ് സേ, സുബഹ് സേ മുതൽ, രാവിലെ മുതൽ. സുബഹ് സേ രാവിലെ മുതൽ. മധ്യാൻ സേ ഉച്ച മുതൽ. ദുബഹർ സേ ഉച്ച മുതൽ. ഷാം സേ വൈകുന്നേരം മുതൽ. വൈകുന്നേരം മുതൽ തുടങ്ങിയാൽ പിന്നെ രാവിലെ വരെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സുബഹ് തക്ക് എന്ന് പറയാം. ഷാം സേ സുബഹ് തക്ക്, അല്ലെങ്കിൽ സുബഹ് സേ ഷാം തക്ക്, അങ്ങനെ പറയാം. അപ്പോൾ അത് മുതൽ എന്നുള്ളത് അത് മുതൽ, ഇത് മുതൽ, ഏത് മുതൽ അങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ മുതൽ. ഏത്? സുബഹ്, ഈ സേ. അപ്പോൾ ഇതെല്ലാം സേ ആണ്. സേയുടെ വിവിധ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ സേയ്ക്ക് ഒരിടത്ത് അങ്ങനെ ഓടുന്ന അർത്ഥം വരും, ഒരിടത്ത് മുതൽ എന്നർത്ഥം വരും, ഒരിടത്ത് ഇൽ നിന്ന് എന്നുള്ള അർത്ഥം വരും, വേറൊരു സ്ഥലത്ത് വേറെ അർത്ഥം വരും. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണ് കേട്ടോ. നിന്ന്, നിന്ന്, ഇത് നമ്മൾ ആദ്യം പഠിച്ചു. വഹ് സുബഹ് സേ കാം കർ രഹാ ഹേ. രാവിലെ മുതൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. അദ്ദേഹമൊന്നുമില്ല, അവനാണ് സുബഹ് സേ കാം കർ രഹാ ഹേ. വഹ് എന്ന് പറയുമ്പോൾ അവൻ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. വഹാംസെ, ഇത് നിന്നെന്ന് പറയും. വഹാംസെ അവിടെ നിന്ന്. യഹാംസെ ഇവിടെ നിന്ന്. വഹാംസെ അവിടെ നിന്ന്. യഹാംസെ ഇവിടെ നിന്ന്. ഇത് വഹാമാണ്. യഹാം എന്ന് ഇവിടെ എഴുതിയാൽ യഹാംസെ ഇവിടെ നിന്ന്. ദുബായ് സെ ദുബായിൽ നിന്ന്. ചെന്നൈ സെ ചെന്നൈയിൽ നിന്ന്. മുംബൈ സെ മുംബൈയിൽ നിന്ന്. കൊല്ലം സെ കൊല്ലത്ത് നിന്ന്. എറണാകുളം സെ എറണാകുളത്ത് നിന്ന്. തിരുവനന്തപുരം സെ തിരുവനന്തപുരത്ത് നിന്ന്. അങ്ങനെ നമുക്ക് ഇത് നിന്ന് എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ എഴുന്നേറ്റ് നിൽക്കണം അല്ല, സന്ദർഭം നോക്കണം. അവിടെ നിന്ന്, ഇവിടെ നിന്ന്, എവിടെ നിന്ന്, മുംബൈയിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന്, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, ദുബായിൽ നിന്ന്, സൗദിയിൽ നിന്ന്, മസ്കറ്റിൽ നിന്ന് എന്നൊക്കെ പറയാൻ നമുക്ക് എന്തുപയോഗിക്കാം? നിന്ന് എന്ന് ഉപയോഗിക്കാൻ വഹാം സേ. ഈ സേ വഹാം വേണ്ട, സേക്ക് അങ്ങനെ നിന്ന് എന്നൊരു ഉപയോഗമുണ്ട് കേട്ടോ. കൊണ്ട്. പത്തർ സെ മൂർത്തി ബനാ രഹാ ഹേ. കല്ലുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുന്നു. പത്തർ സെ മൂർത്തി ബനാ രഹാ ഹേ. കല്ലുകൊണ്ട്. പത്തർ സെ കല്ല് കൊണ്ട്. ഇവിടെ കൊണ്ടതുണ്ടോ? കൊണ്ട്. പത്തർ സെ കല്ല് കൊണ്ട്. ഇത് പത്തർ എന്ന് പറഞ്ഞാൽ കല്ലാണ്. സെ കൊണ്ട്. പത്തർ എന്ന് പറഞ്ഞാൽ പാറയല്ല കേട്ടോ. പലർക്കും തെറ്റിദ്ധാരണയുണ്ട് പത്തർ എന്ന് പറഞ്ഞാൽ പാറയാണെന്ന്. പാറയല്ല, കല്ലാണ്. കല്ല്. പാറയ്ക്ക് പറഞ്ഞത് ചറ്റാൻ എന്നാണ്. എന്താണ്? ചറ്റാൻ. കല്ലാണ്. പത്തർ സെ മൂർത്തി ബനാ രഹാ ഹേ. കല്ലുകൊണ്ട് വിഗ്രഹമുണ്ടാക്കുന്നു. മൂർത്തി കല്ലുകൊണ്ട് നിർമ്മിക്കുന്നു. കൊണ്ട്. അപ്പോൾ ഇവിടെ സേ എന്നുള്ളത് കൊണ്ട് കൊണ്ട് എന്നുള്ളൊരു ഉപയോഗം നമ്മൾ കൊണ്ടു അല്ലേ. പിന്നെ എന്തുകൊണ്ട്? ലക്കിഡീസേ മരം കൊണ്ട്. ലക്കിഡീസേ മരം കൊണ്ട്. ലോഹാസേ ഇരുമ്പ് കൊണ്ട്. സോനാസേ സ്വർണം കൊണ്ട്. മിട്ടീസേ മണ്ണ് കൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? കൊണ്ട് 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 എന്നുള്ള അർത്ഥം വന്നു. അപ്പോൾ എത്ര അർത്ഥം ഇപ്പോൾ നമ്മൾ പഠിച്ചു സേടെ? വിശദമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പിന്നെ ഹിന്ദി സംസാരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. ലൂടെ. എന്താണ്? ലൂടെ. അതിലൂടെ, ഇതിലൂടെ, മുകളിലൂടെ, താഴെക്കൂടെ, പൈപ്പിലൂടെ, ഇങ്ങനെ നമുക്ക് 100,000 പ്രാവശ്യം പറയേണ്ട ആവശ്യം വരും. ദാ ലൂടെ. പൈപ്പ് സെ പാനി ബഹ് രഹാ ഹേ. പൈപ്പിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പൈപ്പ് സെ പാനി ബഹ് രഹാ ഹേ. ബഹ് രഹാ ഹേ എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ബഹത്താഹേ ഒഴുകുന്നു. ബഹ് രഹാ ഹേ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പൈപ്പ് സെ പൈപ്പിന് നാലിന്നും പറയും കേട്ടോ. നാലി. അരിച്ചാലിനും പറയും നാലെന്ന് പറയും. പൈപ്പിനും പറയും നാലെന്ന് പറയും. നാലിന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ പൈപ്പ് തന്നെ ഉപയോഗിച്ചാലും മതി, കുഴപ്പമില്ല കേട്ടോ. പൈപ്പ് സെ പാനി ബഹ് രഹാ ഹേ. പൈപ്പിലൂടെ വെള്ളം
ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ലൂടെ വന്നു. അവിടെ നമുക്ക് ഏത് വേണം, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു പൈപ്പിലൂടെ, പിന്നെ പൈപ്പ് സേ എന്ന് പറഞ്ഞു. പിന്നെന്താണ്, നദീസേ വെള്ളത്തിലൂടെ, ആകാശസേ ആകാശത്തിലൂടെ, ആസ്മാൻസേ ആകാശത്തിലൂടെ, ആകാശസേ എന്നും പറയാം, ആസ്മാൻസേ എന്ന് പറയാം. അപ്പോൾ ആകാശത്തിലൂടെ, ഹവായ് ജഹാജ് ഉഡ് രഹാ ഹേ, വിമാനം പറന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ വേണ്ടിയിടത്തെല്ലാം നമുക്ക് സേ ഉപയോഗിക്കാം. അതിലൂടെ, ഇതിലൂടെ, മുകളിലൂടെ, താഴെ കൂടെ, ഉള്ളിൽ കൂടി, പൈപ്പിലൂടെ, മരത്തിലൂടെ, അങ്ങനെ നമ്മൾ പലതരത്തിലും പറയാം. കണ്ണിൽ കൂടി അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് എന്താണ്, സേ വേണം. കണ്ണിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ എന്നൊക്കെ പറയാൻ നമുക്ക് എന്ത് വേണം, സേ വേണം. മറ്റൊന്നാണ് ആൽ. പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നു അവിടെ ഉണ്ട്. ഇത് ആൽ. ആൽ എന്ന് പറഞ്ഞാൽ ആൽവരമല്ല. അതിനാൽ, ഇതിനാൽ, മറ്റതിനാൽ, മറിച്ചതിനാൽ, കണ്ടതിനാൽ, കേട്ടതിനാൽ, പോയതിനാൽ, പറഞ്ഞതിനാൽ, ചെയ്തതിനാൽ, ചെയ്യാതിരുന്നതിനാൽ, അങ്ങനെ ആൽ വരാൻ എന്താണ്, ആൽ. ഉസ്സേ അവനാൽ, ഉണ്ടോ, ഉസ്സേ അവനാൽ, അല്ലെങ്കിൽ അതിനാൽ, അവളാൽ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന അത് തന്നെയാണ് വാക്ക്. സംശയം കൂടാതെ എടുത്തോട്ട് കാച്ചിക്ക് ഒരു കുഴപ്പമില്ല. ഉസ്സേ അവനാൽ, അവളാൽ, അതിനാൽ. ഇസ്സേ ഇവനാൽ, ഇവളാൽ, ഇതിനാൽ. ഇസ്സേ ഇവനാൽ, ഇവളാൽ, ഇതിനാൽ. ഉസ്സേ അവനാൽ, അവളാൽ, അതിനാൽ. അപ്പോൾ സേ വന്നപ്പോൾ നാൽ എന്നുള്ള, ആൽ എന്നുള്ള അത് വന്നു. അവനിൽ നിന്ന് എന്നും പറയും. ഉസ്സേ അവനിൽ നിന്ന്, ഇസ്സേ ഇവനിൽ നിന്ന്, ഇവളിൽ നിന്ന്, അവനിൽ നിന്ന്, അവളിൽ നിന്ന്, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ മനസ്സിലായോ? ഉസ്സേ അവനാൽ, അവനിൽ നിന്ന്, അവളാൽ, അവളിൽ നിന്ന്, അതിനാൽ, അതിനിൽ നിന്ന്, ഉസ്സേ അതുകൊണ്ട്, അവനെ കൊണ്ട്, അതുകൊണ്ട്, അവനെ കൊണ്ട്. സേ കൊണ്ടുള്ള എല്ലാ ഉപയോഗത്തിൻ്റെയും 1, 2, 3, 4, 5 ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ഇനി നിങ്ങൾക്ക് ഈ വാക്ക്, ഈ വാക്കില്ലാതെ നമുക്ക് സംസാരിക്കാനേ പറ്റില്ല. ഒരു സെൻറ്റൻസ് പൂർത്തിയാക്കാൻ പറ്റില്ല. അതാണ് ഈ വാക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നിങ്ങൾ വിശദമായിട്ടത് പഠിക്കാൻ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് വിശദമായിട്ടത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഹിന്ദി ചറവറാന്ന് സംസാരിക്കുക, അടിപൊളിയായിട്ട് സംസാരിക്കുക, ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക, ക്ലിയറായിട്ട് സംസാരിക്കുക, പ്യുവറായിട്ട് സംസാരിക്കുക. നല്ല ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്ത് അഭിപ്രായം തോന്നിയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണം. വളരെ പ്രധാനപ്പെട്ടതാണ് കമൻറ്റ്. അറിയ കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. അടിപൊളി വാട്സാപ്പ് ക്ലാസ് വേണമെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ, ഒറ്റ മാസം കൊണ്ട് പഠിക്കാൻ, നിങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് പഠിക്കാൻ, എൻ്റെ കൂടെ നിന്ന് പഠിച്ച ചില ആളുകളുടെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. ഒരു 1/2 മിനിറ്റ് അതിനു വേണ്ടി നിങ്ങൾ ചിലവാക്കണം കേട്ടോ. നമസ്കാരം, മേരാ നാം നന്ദിനി ദിവാർ. എനിക്ക് കുറേ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണമെന്ന്. ഈ നാടൻ ഹിന്ദിയിലാണ് സാറ്. അത് വളരെ ലളിതമായും അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു. അക്കാഡമി ചേർന്ന് 1 മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി. ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്. ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം. 100% കോൺഫിഡൻസ്, 100% ഗ്യാരണ്ടി. ഇപ്പോൾ 3 മാസത്തെ ഒരു പാക്കേജ് ഉണ്ട്. ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും. 3-1 ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ്. ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും. അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ. പാകിസ്ഥാനികളോടോ, ബർമ്മക്കാരോടോ, ബംഗ്ലാദേശുകാരോടോ, നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം. അവർ പറയും നമുക്ക് വളരെ പെട്ടെന്ന് കാച്ച് ചെയ്യാം. ഓഫർ തീരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.